നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി വെല്ലുവിളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ പിടികൂടാൻ പോലീസ് നീക്കം ശക്തമാക്കി. ക്രമസമാധാന പാലനത്തിനും പോലീസിന്റെ ആത്മവീര്യത്തിനും വെല്ലുവിളി ഉയർത്തുന്ന ആയങ്കിയുടെ നിലപാടിൽ ശക്തമായ നടപടിക്കാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നത്. വെല്ലുവിളിച്ചവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കണ്ടാൽ മതിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അർജുൻ ആയങ്കിയെ എത്രയും വേഗം വലയിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനും കേസ് അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പോലീസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കുറ്റവാളികളുടെ നീക്കങ്ങൾ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്. ഒളിവിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആയങ്കിയെ പിടികൂടി ഈ കേസിൽ സ്റ്റാർ ആകാനാണ് രമേശ് ചെന്നിത്തലയുടെയും പോലീസിന്റെയും നീക്കം. കോതമംഗലം ഊന്നുകൽ CIമാർക്കെതിരെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും പരസ്യ ഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിലാണ് നടപടികൾ ഊർജിതമാക്കിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഒളിവിൽ പോയ ആയങ്കി പറ്റുമെങ്കിൽ എന്നെ പിടിച്ചോ, ഇനി ജാമ്യമെടുത്തിട്ടേ പുറത്തുവരുമെന്ന് പോലീസിനോട് വെല്ലുവിളിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ സമാധാനപരമായി പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു പോസ്റ്റിലെ പ്രധാന അധിക്ഷേപം. കഴിഞ്ഞ മെയ് 3 കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ വെച്ച് പുതിയ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ആയങ്കിയും സംഘവും പോലീസിന്റെ പിടിയിലാകുന്നത്. 21 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ കോതമംഗലം CIക്കെതിരെ ആയങ്കി സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കിയത്. ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഊന്നുകൽ പോലീസ് ആയങ്കിക്കെതിരെ കേസെടുത്തത്. ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ആയങ്കി പുറത്തു നിന്നാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ആദ്യം കീഴടങ്ങാമെന്ന് ധാരണയുണ്ടാക്കിയ ആയങ്കി പിന്നീട് നിലപാട് മാറ്റി ഒളിവിൽ പോവുകയും ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും വീണ്ടും പോലീസിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുകയുമായിരുന്നു. ആയങ്കിയുടെ ഒളിവ് ജീവിതത്തിനും വെല്ലുവിളികൾക്കും തടയിടാൻ സൈബർ പോലീസിന്റെയും സോഷ്യൽ മീഡിയ നിരീക്ഷണ സെല്ലിന്റെയും സഹായത്തോടെയാണ് പോലീസിന്റെ നീക്കം. ആയങ്കി ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആയങ്കിയെ സഹായിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെയും സുഹൃത്തുക്കളെയും നിരീക്ഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ച അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആയങ്കി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കേസ് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘം രംഗത്തിറങ്ങിയതോടെ ആയങ്കിയുടെ ഒളിവ് സങ്കേതങ്ങൾ ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഊന്നുകൽ പോലീസിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് സൈബർ വിംഗ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായ സംഘത്തെയാണ് ആയങ്കിയെ പൊക്കാൻ നിയോഗിച്ചിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് ആലോചിച്ചിരുന്നു. സൈബർ തെളിവുകൾ ശേഖരിച്ച് പ്രതിയുടെ ലൊക്കേഷൻ കൃത്യമായി ട്രാക്ക് ചെയ്യാനാണ് നീക്കം. നിയമത്തിന് മുന്നിൽ ആരും അതിമാനുഷ്യരല്ലെന്നും നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഏത് ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്.